എനിക്ക് ആ ഫിസിയോ അസിസ്റ്റന്റ് പറഞ്ഞ ജോബ് കിട്ടാൻ ഈസി ആയിരുന്നു. കാരണം അവർക്ക് വിസ ഇഷ്യൂസ് ഒന്നുമില്ല. അവർ നോക്കുമ്പം എനിക്ക് ഒരു ഫിസിയോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇന്ത്യ പോലുള്ള അല്ലെങ്കിൽ നമ്മളെ പോലുള്ള എല്ലാ കൺട്രിയിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാനുള്ള ഒരു ജനറൽ പാത്വേ. എല്ലാവരെ പോലെയും ട്രൈ ചെയ്യാതെ വെറുതെ ഇരുന്നിട്ടുണ്ട് ഒരു 6 months. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ആ സമയത്ത്. എനിക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടി ഇവിടെ എങ്ങനെ ഫിസിയോ ആവാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ബാദിറയാണ്. ബാദിറ ഇവിടെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. ബാദിറയുടെ ആ ഫിസിയോതെറാപ്പിസ്റ്റ് ആവാനുള്ള ആ പ്രോസസ്സും ആ സ്റ്റെപ്സും പിന്നെ അതിന് വേണ്ടി വന്ന ഡോക്യുമെൻറ്റ്സും അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ പോഡ്കാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹായ്, എൻ്റെ പേര് ബാദിറ. ഞാനിവിടെ ന്യൂസിലൻഡിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാം. ഞാനിവിടെ ഞാൻ നാട്ടിലാണ് പഠിച്ചത്. നാട്ടിൽ BPT ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി ഞാൻ നാട്ടിലാണ് പഠിച്ചത്. ഞാൻ നാട്ടിൽ പഠിച്ചു. അത് കഴിഞ്ഞ് നാട്ടിൽ തന്നെ ഇൻറ്റേൺഷിപ്പും പിന്നെ നാട്ടിലൊരു ഓൾമോസ്റ്റ് ഐ തിങ്ക് 2 years ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ന്യൂസിലാൻഡിലേക്ക് വരുന്നത് 2022 ഡിസംബറിലാണ്. ഞാൻ ന്യൂസിലാൻഡിൽ ഇവിടെ വന്നത് എൻ്റെ ഹസ്ബൻഡ് ത്രൂ ആണ്. എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി ന്യൂസിലാൻഡിലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ബേസ്ഡ് വിസയിൽ, ഒരു നോർമൽ വിസിറ്റർ വിസയിലാണ് ഞാൻ ആദ്യമായിട്ട് ന്യൂസിലൻഡിലേക്ക് വരുന്നത്. ആ സമയത്ത് എനിക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല. ഞാനൊരു ജസ്റ്റ് ഒരു വിസിറ്റർ വിസയിൽ വന്നു. ഒന്നാമത് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഇവിടെ എങ്ങനെയാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ. മീൻസ് ഇവിടുത്തെ ഫിസിയോ ആയിട്ട് എനിക്ക് കണക്ഷൻസ് ഇല്ലായിരുന്നു. എനിക്ക് എങ്ങനെയാണ് ഇവിടുത്തെ വർക്ക് കൾച്ചറെന്നോ ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും സ്വാഭാവികമായിട്ടും എല്ലാവരെ പോലെയും ട്രൈ ചെയ്യാതെ വെറുതെ ഇരുന്നിട്ടുണ്ട് ഒരു 6 months. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ആ സമയത്ത്. കാരണം ആ സമയത്ത് എനിക്ക് ന്യൂസിലാൻഡിലെ വർക്ക് കൾച്ചറോ അല്ലെങ്കിൽ ഇവിടുത്തെ ഫിസിയോ എങ്ങനെയാണ് പോകുന്നതെന്നോ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെ വെറുതെ ഇതുപോലെ യൂട്യൂബിലും നെറ്റിലൊക്കെ നോക്കും എങ്ങനെയാണ്. അപ്പം ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബട്ട് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ 6 months കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാനിവിടെ ജോബിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഇവിടെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അതൊരു ഫിസിയോ റിലേറ്റഡായിട്ടുള്ളൊരു ജോബ് ആയിരിക്കണം എന്നുള്ളത്. അപ്പം ഇവിടെ രജിസ്ട്രേഷൻ ഇല്ലാതെ വർക്ക് ചെയ്യണമെങ്കിൽ ഫിസിയോ റിലേറ്റഡ് ആയിട്ടുള്ള റോളും അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന ഒറ്റ റോളേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, ഫിസിയോ അസിസ്റ്റൻറ്റ് പറഞ്ഞ. അപ്പോൾ ഞാൻ ആ സമയത്ത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ഫിസിയോ അസിസ്റ്റൻറ്റ് പറഞ്ഞൊരു ജോബ് കിട്ടി. അതൊരു ഏജ്ഡ് കെയറിലായിരുന്നു. ഒരു 2023 ഓഗസ്റ്റിലാണ് ഞാൻ ആ ജോബിന് കയറുന്നത്. ആയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ന്യൂസിലാൻഡിൽ വന്ന് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വർക്ക് വിസക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം എനിക്കൊരു 23 മാർച്ച് ഓർ ഏപ്രിൽ ആ സമയത്ത് എനിക്ക് വർക്ക് വിസ കിട്ടി. അതായത് ആ വർക്ക് വിസ പറഞ്ഞാൽ ഓൾറെഡി 3 year വാലിഡിറ്റി ഉള്ള ഒരു വർക്ക് വിസ ആയിരുന്നു. അങ്ങനെ എനിക്ക് ഓൾറെഡി വർക്ക് വിസ ഉള്ളത് കൊണ്ടും ഞാൻ ന്യൂസിലാൻഡിൽ ഉള്ളത് കൊണ്ടും എനിക്ക് ആ ഫിസിയോ അസിസ്റ്റന്റ് പറഞ്ഞ ജോബ് കിട്ടാൻ ഈസി ആയിരുന്നു. കാരണം അവർക്ക് വിസ ഇഷ്യൂസ് ഒന്നുമില്ല. അവർ നോക്കുമ്പം എനിക്ക് ഒരു ഫിസിയോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അവർ നോക്കുന്നതും അങ്ങനത്തെ ഒരാളെയാണ്. അതായത് ന്യൂസിലാൻഡിലുള്ള ആളായിരിക്കണം. പിന്നെ എന്താ പറയുക, ഓൾറെഡി ഫിസിയോ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളായിരിക്കണം. അതാണ് ആ ഒരു ജോബിൻ്റെ റിക്വയർമെൻറ്റും കാര്യങ്ങളും. അപ്പം ഞാൻ ആ ജോബിന് പോയി, ഇൻ്റർവ്യൂവിൽ പോയി. ഒരുപാട് ടെക്നിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ ഇൻ്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് കാരണം നമുക്കറിയാം എങ്ങനെയാണ് പേഷ്യൻ്റ് ഹാൻഡ്ലിങ്ങും കാര്യങ്ങളും പറഞ്ഞ് ജോബ് കിട്ടി. ആ ജോബിന് കയറിയതിന് ശേഷമാണ് ഞാനിവിടെ എങ്ങനെ ഒരു രജിസ്ട്രേഷൻ എടുക്കാം എന്നുള്ളതിലേക്ക് വരുന്നത്. കാരണം അതായത് എനിക്കൊരു ഐഡിയ വരുന്നത്, കാരണം ഞാൻ ഒരു ടീമിൻ്റെ കൂടെയാണ്. ആ ടീം എന്ന് പറഞ്ഞാൽ ഒരു 4-5 ഫിസിയോസ്, ഒരു 3 ഫിസിയോ അസിസ്റ്റൻസ്. എനിക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടി ഇവിടെ എങ്ങനെ ഫിസിയോ ആവാം. അതായത് എങ്ങനെയാണ് ഫിസിയോസിൻ്റെ വർക്ക് എങ്ങനെയാണ് പോകുന്നത്, പിന്നെ മൊത്തത്തിലുള്ളൊരു ന്യൂസിലാൻഡ് കൾച്ചർ, ഇവിടുത്തെ പേഷ്യൻസ് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ആ ഒരു ജോബിലാണ് കിട്ടിയത്. പിന്നെ അതുപോലെ എൻ്റെ കൂടെ ഒരു ഫിസിയോ ഉണ്ടായിരുന്നു. ആൾ ഇതുപോലെ ഒരു ഏഷ്യൻ കൺട്രി എന്നുള്ളൊരു ഫിസിയോ ആണ്. അപ്പോൾ ആൾ അവിടുന്ന് രജിസ്ട്രേഷൻ എടുത്ത് ജോബായിട്ട് വന്നതാണ്. അപ്പോൾ ആ ഒരു ഫിസിയോ ത്രൂ ആണ് എനിക്ക് ഫസ്റ്റ് എങ്ങനെ ഇവിടെ ഇപ്പം നമ്മളൊരു ഇൻ്റർനാഷണൽ, ഇന്ത്യയിൽ പഠിച്ച നമ്മൾക്ക് എങ്ങനെ ഇവിടെ രജിസ്ട്രേഷൻ കിട്ടാം എന്നുള്ള ആ ഒരു ഫസ്റ്റ് എനിക്ക് കിട്ടുന്നത്. ദെൻ ഞാൻ എൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് എനിക്കിവിടെ കിട്ടിയത്. അപ്പോൾ
ഇനിയത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ സ്റ്റെപ്പും പ്രോസസ്സും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ന്യൂസിലാൻഡിൽ ഫിസിയോ ആയിട്ട് ലീഗലി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ന്യൂസിലാൻഡിൻ്റെ ഒഫീഷ്യൽ ഓർഗനൈസേഷനായ ഫിസിയോ ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ്, ഇവിടുത്തെ ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് എടുക്കണം. അപ്പം ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് ഓർ APC ഇത് ഫിസിയോസിന് വേണ്ടി മാത്രമുള്ള കാര്യമല്ല. ഇവിടുത്തെ എല്ലാ ഹെൽത്ത് പ്രൊഫഷണൽസും ഇൻക്ലൂഡിങ് നഴ്സസ് GP, ഡെൻറ്റിസ്റ്റ്, ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, എല്ലാ ഹെൽത്ത് പ്രൊഫഷണൽസിനും ഒരുപാട് എടുക്കേണ്ട സംഭവമാണ് ഈ APC. അപ്പം പക്ഷെ ആദ്യം നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ APCക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ഒരു നോർമൽ പ്രൊസീജിയർ പറഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ക്ലിയർ ആവുള്ള. അപ്പം നമുക്ക് ന്യൂസിലാൻഡിൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമുക്ക് മെയിൻലി 3 പാത്വേസ് ആണുള്ളത്. അതായത് മെയിൻലി ഇപ്പോൾ ഒരു നാട്ടിലൊരു ഡിഗ്രി കഴിഞ്ഞു അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് 3 പാത്വേസ് ആണ് മെയിൻലി ഉള്ളത്. ഒന്ന് ജനറൽ പാത്വേ, എക്സ്പ്രസ് പാത്വേ ആൻഡ് ന്യൂസിലാൻഡ് ഗ്രാജുവേറ്റ്സ്. ജനറൽ പാത്വേ എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലുള്ള അല്ലെങ്കിൽ നമ്മളെ പോലുള്ള എല്ലാ കൺട്രിയിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാനുള്ള ഒരു ജനറൽ പാത്വേ. അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എക്സ്പ്രസ് പാത്വേ. എക്സ്പ്രസ് പാത്വേ എന്ന് പറയുന്നത് UK, കാനഡ, സൗത്ത് ആഫ്രിക്ക, അയർലൻഡ് ഈ 4 കൺട്രിയിലുള്ള രജിസ്ട്രേഷനുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പാത്വേ ആണ് ഈ എക്സ്പ്രസ് പാത്വേ. മൂന്നാമത്തത് ന്യൂസിലാൻഡ് ഗ്രാജുവേറ്റ്സ്, അതായത് ന്യൂസിലാൻഡിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർ. അതായത് ഇപ്പം നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് പഠിക്കാൻ വരാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇപ്പം ഫിസിയോ എനിക്കറിയുന്ന ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇവിടേക്ക് വരിക എന്നുള്ളത്. അപ്പം പഠിക്കാൻ വേണ്ടിയാണ് ഒരു ഈസി, കാരണം ഒരു പുതിയ കൺട്രിയിലേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുമ്പം ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്നത് ഈ സ്റ്റുഡൻറ്റ് വിസ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ പഠിക്കാൻ വന്നിട്ട് ഇവിടെ ഫിസിയോ ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ഒരുപാട് യൂണിവേഴ്സിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് കോഴ്സസ് ഉണ്ട്. അപ്പം ചില കോഴ്സൊക്കെ ഈ എക്സസൈസ് ഫിസിയോളജി അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സയൻസ് അങ്ങനത്തെ കുറഞ്ഞ ഒരുപാട് കോഴ്സുകൾ ഇവിടെ ന്യൂസിലാൻഡിലുണ്ട്. അപ്പോൾ ഈ കോഴ്സുകളൊന്നും അല്ല പഠിക്കേണ്ടത്. ഈ ന്യൂസിലാൻഡ് ഫിസിയോ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ അവർ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുള്ള 8 കോഴ്സുകളുണ്ട്. ഈ 8 കോഴ്സുകൾ പഠിച്ചാൽ മാത്രമേ ഇവിടെ ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ നാട്ടിൽ നിന്നാണെങ്കിലും ഇവിടെ പഠിക്കാൻ വന്നിട്ട് ഇവിടെ ഫിസിയോ ആവണം എന്ന് ഉദ്ദേശിച്ച് വരുന്ന ഒരാളാണെങ്കിൽ ഈ 8 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചാൽ മാത്രമേ ഇവിടെ ആവാൻ പറ്റുള്ളൂ. ആ 8 എണ്ണത്തിൽ 6 എണ്ണം ബാച്ചിലേഴ്സും 2 എണ്ണം മാസ്റ്റേഴ്സും ആണ്. അപ്പം സ്വാഭാവികമായിട്ട് ഇപ്പോൾ 80% ആൾക്കാർ നാട്ടിലൊരു ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരായിരിക്കും ഇങ്ങോട്ട് വരാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു ബാച്ചിലേഴ്സ് എടുക്കുന്നതിൽ ഒരു കാര്യമല്ല, പിന്നെ ഒരു മാസ്റ്റേഴ്സാണ് അവരുടെ ഓപ്ഷന്. അപ്പം നമുക്കിവിടെ 2 മാസ്റ്റേഴ്സാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഓക്ലൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലുള്ള മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി പ്രാക്ടീസ്, പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡിലുള്ള സെയിം കോഴ്സ് തന്നെ, അതായത് മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി പ്രാക്ടീസ്. ഈ 2 മാസ്റ്റേഴ്സ് പഠിച്ചാൽ മാത്രം നമുക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ന്യൂസിലാൻഡ് ഗ്രാജുവേറ്റ്സ് എന്ന പാത്വേ കൂടെ രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യാം. അത് വൺസ് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ വേറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ എങ്ങനെയാണോ നാട്ടിലൊക്കെ രജിസ്ട്രേഷൻ എടുക്കുന്നത് അതുപോലെ എടുക്കാം. അതാണ് ഇത്. പിന്നെ ബാച്ചിലേഴ്സ് ഇനിയിപ്പം +2 കഴിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് സാധാ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ബാച്ചിലേഴ്സ്, ഇവിടെ 4 യൂണിവേഴ്സിറ്റിയാണ് മെയിൻലി ഫിസിയോക്ക് കോഴ്സ് ഒന്ന് AUT, പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡ്, വൈക്കാട്ടോ, പിന്നെ ഒട്ടാഗോ യൂണിവേഴ്സിറ്റി സൗത്ത് അയർലൻഡിലുള്ള. അപ്പം ആ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ കോഴ്സാണ്. പിന്നെ ആ യൂണിവേഴ്സിറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ തന്നെ അവരുടെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും അതെല്ലാം ഒരു നോർമൽ ഇവിടെ നമ്മൾ ഏത് കോഴ്സ് പഠിക്കുകയാണെങ്കിലും ഉണ്ടാവുന്ന എല്ലാ റിക്വയർമെൻറ്റ്സും ആ കോഴ്സിനുണ്ടാവും. ചിലപ്പം IELTS സ്കോർ ഹൈ ആയിരിക്കും, നോർമൽ പോലെ 6.5 പോരാ. അതൊക്കെ ഓരോ ഡിപ്പെൻഡ്സ് ഓൺ കോഴ്സും ആ യൂണിവേഴ്സിറ്റിയാണ്. ബട്ട് ഈ ഒരു 8 കോഴ്സ് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ കോളേജുകൾ അനുസരിച്ച് അതെ ആ യൂണിവേഴ്സിറ്റിയും അത് നമ്മൾക്ക് ഇപ്പം ഇവിടെ സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല അതിനെക്കുറിച്ച്. സൈറ്റിൽ ഈ കോഴ്സ് പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വൺസ് നമ്മൾ അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി സൈറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് ആ സൈറ്റിൽ പറയുന്നില്ല, പക്ഷെ ആ കോഴ്സ് തന്നെ ചെയ്യണം എന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആ യൂണിവേഴ്സിറ്റി സൈറ്റിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. കാരണം എപ്പോഴാണ് അവർ ഇൻടേക്ക്, എത്ര ഫീസാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
അപ്പൊ നമ്മൾ ഇപ്പൊ രജിസ്ട്രേഷന്റെ സ്റ്റെപ്പുകൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ കോഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു. കോഴ്സ് കഴിഞ്ഞു. ഇപ്പൊ കോഴ്സ് ഒക്കെ എടുത്ത ഒരാള് ഫുള്ളി ഒരു കോഴ്സ് എടുത്ത ആൾ ഇപ്പൊ എലിജിബിൾ ആണ് അപ്ലൈ ചെയ്യാൻ. അപ്പൊ ഇതിന് വേറെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇനി വേണ്ടത് ചെയ്യാനായിട്ട്, പ്രോസസ് ചെയ്യാനായിട്ട്? ഫസ്റ്റ് നമ്മൾക്ക് വേണ്ടത് ലാംഗ്വേജ് ആണ്. കാരണം കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഇവിടുത്തെ പേഷ്യൻസിനെയാണ് കാണുന്നത്. കാരണം നമ്മൾ പറയുന്ന കാര്യം അവർക്കും അവർ പറയുന്നത് നമ്മൾക്കും മനസ്സിലാവണം. അപ്പം ലാംഗ്വേജ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പറയുന്നത്. കാരണം നമ്മളിവിടെ എല്ലാ ഏജ് ഗ്രൂപ്പിലെയും എല്ലാ നേറ്റീവ്സിനെയും ന്യൂസിലാൻഡ് ഒരുപാട് പല കൺട്രിയിലുള്ള ആൾക്കാരെയും കാണുന്നതുകൊണ്ട് ഇംഗ്ലീഷാണ് ഇവിടുത്തെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് ടെസ്റ്റാണ് നമുക്കിവിടെ ആദ്യം വേണ്ടത്. അപ്പം ഫിസിയോ ബോർഡിൻ്റെ സൈറ്റിൽ 4 ലാംഗ്വേജ് ടെസ്റ്റാണ് അവർ കൊടുത്തേക്കുന്നത്. IELTS ഉണ്ട്, OET ഉണ്ട്, അവർ റീസെൻ്റ് ആയിട്ട് PTE ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ TOEFL അതും ഉണ്ട്. എല്ലാത്തിലും IELTS ആയിരിക്കും നമുക്കിപ്പോൾ പോപ്പുലറായിട്ട് നാട്ടിലുള്ളവർക്ക് അറിയാവുന്നത്. അപ്പോൾ അതിൽ ഈച്ച് ബാൻഡ് 7 ആണ് അവർ പറയുന്നത്. എല്ലാ ബാൻഡും 7, ഓവറോൾ ആൻഡ് ഈച്ച് ബാൻഡ് 7 ആണ് IELTSന് വേണ്ടത്. PTE ആണെങ്കിലും 65, പിന്നെ OETയിൽ വേണ്ടത് 350 ആണെന്നാണ് എൻ്റെ ഒരു 350 ആണ്. അതെല്ലാം വെബ്സൈറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിൻ്റെതും. പിന്നെ അതുപോലെ നമ്മൾക്ക് ഇപ്പോൾ IELTS എഴുതുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ IELTS എഴുതുകയാണെങ്കിൽ നമുക്ക് 2 ആയിട്ട് എഴുതാം. അതായത് ഇപ്പം എനിക്ക് ഓവറോൾ 7 കിട്ടി. ഇപ്പം മൂന്നെണ്ണത്തിന് എനിക്ക് ഇപ്പോൾ സ്പീക്കിങ്ങിനും ലിസണിങ്ങിനും ചിലപ്പോൾ എനിക്കൊരു 7 കിട്ടി. ഏതോ ഒന്നിന് 6.5 ആയി. നമുക്ക് ഒന്നും കൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 2 ടെസ്റ്റിനും നമുക്ക് 7 തന്നെ ഓവറോൾ വേണം. പിന്നെ നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ IELTS ആണെങ്കിൽ നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റും. 2 പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ട് ക്ലബ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സൈറ്റിലുണ്ട്. അതായത് എന്താണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് കാര്യങ്ങൾ എന്നുള്ളത്. അങ്ങനെ പിന്നെ അതാണ് ഫസ്റ്റ്. പിന്നെ ഫിറ്റ്നസ് ഓഫ് പ്രാക്ടീസ് സെക്കൻഡ് വരുന്നത്. ഫിറ്റ്നസ് ഓഫ് പ്രാക്ടീസ് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ഇവിടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും, അതിപ്പോൾ നമ്മളിവിടെ ഏത് ജോബിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, പിന്നെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഓക്കെയാണോ, മീൻസ് ലാംഗ്വേജ് അല്ല, നമുക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടോ, നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണോ. ലൈക്ക് ഇപ്പം ഫിസിയോ ആകുമ്പം ഓഫ് കോഴ്സ് നമുക്കും വേണം കുറച്ച് ഒരു നമ്മൾ എന്തെങ്കിലും ഡിസേബിൾ ആയ ആൾക്കാരാണോ എന്നാണ് അവർ മെയിൻലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നാണ് ഫിറ്റ്നസ് ഓഫ് പ്രാക്ടീസ് കൂടി അവർ മീൻ ചെയ്യുന്നത്. പിന്നെ മൂന്നാമത് വരുന്നത് നമ്മുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള നമ്മളെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. നമ്മളിപ്പം മാസ്റ്റേഴ്സ് അല്ലെ നാട്ടിൽ ഓൾറെഡി ഒരു ഡിഗ്രി പാസ്സായ ഒരാളാണ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ്, പിന്നെ നമ്മുടെ ക്ലിനിക്കൽ അവേഴ്സ് പ്രൊഫൈൽസ്, മീൻസ് നമ്മളിപ്പോൾ പോസ്റ്റിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളെവിടെ ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളും വർക്ക് ചെയ്ത അതിൻ്റെ പ്രൊഫൈൽസും കാര്യങ്ങളും. പിന്നെ വരുന്നത് കരിക്കുലം എന്ന് പറഞ്ഞിട്ട് അതെല്ലാം നമ്മൾ എന്താണോ നമ്മൾ മുന്നേ ചെയ്തത് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് വരുന്ന ഒരു ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സാണ്. പിന്നെ അതിൽ ചിലപ്പം ക്ലിനിക്കൽ അസസ്മെൻറ്റ് ഫോംസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് വൺസ് നമ്മളത് അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഈ വക സാധനങ്ങൾ മെയിൻലി നമുക്ക് ഒരു ഫിസിയോ ബാക്ക്ഗ്രൗണ്ട് വേണം. പിന്നെ നമ്മളെല്ലാ ഇപ്പോൾ ഒരു കോഴ്സിനാണെങ്കിലും എന്തിനും അപ്ലൈ നമ്മളെല്ലാ അക്കാഡമിക് ഡീറ്റെയിൽസും, പിന്നെ നമ്മളെ ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ് ആയ പാസ്പോർട്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ നമുക്ക് എന്തെങ്കിലും നെയിം ചേഞ്ചോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. പിന്നെ നമുക്ക് വേണ്ടത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരികയാണെങ്കിൽ ഇന്ത്യയിലത്തെ PCC വേണം. ചിലപ്പോൾ നമ്മൾ വേറെ വല്ല മിഡിൽ ഈസ്റ്റിലോ UK അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് വരികയാണെങ്കിൽ അവിടുത്തെ എല്ലാം വേണ്ടി വരും. പിന്നെ നമുക്ക് വേണ്ടത് ന്യൂസിലാൻഡിലെ ഒരു കൾച്ചറൽ കോമ്പിറ്റൻസി കോഴ്സസ് ചെയ്യണം നമ്മൾ. അത് 3 കോഴ്സാണ് അവരെ സൈറ്റിൽ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും 2 കോഴ്സ് ചെയ്താൽ മതി. അതൊരു ഓൺലൈൻ കോഴ്സാണ്, അത് ചെയ്യണം. അതിൻ്റെ സർട്ടിഫിക്കറ്റും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. പിന്നെ ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ നോട്ടറി ആയിട്ട്, നാട്ടിൽ നോട്ടറി അല്ലെ ഇവിടെ JP എന്ന് പറയും, അപ്പോൾ അവരുമായിട്ട് അറ്റസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവർക്ക് വേണ്ടി അയക്കേണ്ടത്, ഫിസിയോ ബോർഡിന് വേണ്ടി അയക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് എല്ലാ ഡോക്യുമെന്റ്സും. അതെ. ഓക്കെ, അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻസ് എത്രയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടൈം ഫ്രെയിം അത് എത്രയാണ് വരുന്നത്? ഫസ്റ്റ് ഞാൻ എക്സ്പെൻസ് കാര്യങ്ങൾ പറയാം. അതായത് എത്ര കോസ്റ്റ് വരുന്നുള്ളത്. ന്യൂസിലാൻഡ് ഗ്രാജുവേറ്റ്, അതായത് ന്യൂസിലാൻഡിൽ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് $460 ന്യൂസിലാൻഡ് ഡോളറാണ് വരുന്നത്. പിന്നെ സെക്കൻഡ് ജനറൽ പാത്വേ പാത്വേയിൽ വരുമ്പം 1735 ന്യൂസിലാൻഡ് ഡോളറാണ് അവർക്ക് ഈ രജിസ്ട്രേഷന് വേണ്ടി മാത്രം ആവശ്യമുള്ളത്. പിന്നെ വരുന്നത് എക്സ്പ്രസ് പാത്വേ വഴി അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് $847 ന്യൂസിലാൻഡ് ഡോളർ, $847 ന്യൂസിലാൻഡ് ഡോളറാണ് വരുന്നത്.
പിന്നെ ഇത് എന്ന് പറയുന്നത് ആ ഒരു അപ്ലൈ ചെയ്യാനുള്ള ഫീസ് മാത്രമാണ്. പക്ഷെ അതിന് പുറമെ നമുക്ക് APC ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റിൻ്റെ ഫീസ് ആയിട്ടുള്ള $455 അത് കഴിഞ്ഞിട്ട് നമ്മൾ APCക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഫീസും വരും. പിന്നെ നമ്മളെ ഡോക്യുമെൻറ്റ്സ് അറ്റസ്റ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളെ ഫീസൊക്കെ എക്സ്ട്രാ ആണ്. പിന്നെ IELTS കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഫീസ് എക്സ്ട്രാ ആണ്. ഈ ന്യൂസിലൻഡ് രജിസ്ട്രേഷന് വേണ്ടി മാത്രമുള്ള കോസ്റ്റാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയുന്നത് ന്യൂസിലൻഡ് പിന്നെ എത്ര ഡ്യൂറേഷൻ എടുക്കുന്നുള്ളത്. ഡ്യൂറേഷൻ എന്ന് പറയുമ്പം ന്യൂസിലൻഡ് ഗ്രാജുവേറ്റ്സിൻ്റെത് നോർമലി 1 to 2 weeks 1 week അങ്ങനെ എന്തോ ആണ് എടുക്കുന്നത്. അവർ സൈറ്റിൽ പറഞ്ഞേക്കുന്നത് 1 to 2 weeks ആണ്. അത് ഡിപ്പെൻസ്. പിന്നെ ജനറൽ പാത്വേ സൈറ്റിൽ മെൻഷൻ ചെയ്തേക്കുന്നത് 6 to 9 months എന്നാണ്. പക്ഷെങ്കിൽ ഞാൻ അറിയുന്ന ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്കൊക്കെ 1.5 years വരെ എടുക്കുന്നുണ്ട്. കുറച്ച് സ്ലോ ആണ് പ്രോസസ്സ്. പിന്നെ മൂന്നാമത്തെ എക്സ്പ്രസ് പാത്വേയും 1 to 2 weeks ആണ് അവരെ സൈറ്റിൽ പറയുന്നതെങ്കിലും ചിലപ്പം 3 to 4 week വരെ ആവാം. ചിലപ്പം 1 week കൊണ്ട് കിട്ടുന്നവരും ഉണ്ട്. മാക്സിമം 1 monthനുള്ളിൽ എന്തായാലും എക്സ്പ്രസ് പാത്വേയിൽ ത്രൂ പോകുന്നവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ APC ആനുവൽ പ്രാക്ടീസ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നതും അതിന് എന്തൊക്കെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സും അതിൻ്റെ ഒരു പ്രോസസ്സും? ഓക്കെ, ഫസ്റ്റ് APC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഇപ്പം ന്യൂസിലൻഡ് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ റിന്യൂ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതൊരു പെർമനൻറ്റ് രജിസ്ട്രേഷനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ APC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഇയർലിയും റിന്യൂ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇവിടെ രജിസ്ട്രേഷൻ ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് കാലത്തേക്ക് ഇപ്പോൾ ന്യൂസിലൻഡിൽ നിന്ന് പോയി ഇനിയിപ്പോൾ ന്യൂസിലൻഡിൽ നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ APC ക്യാൻസൽ ചെയ്തിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോൾ നമ്മളെ APC മാത്രം എടുത്താൽ മതി. നമ്മൾ രജിസ്ട്രേഷൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് ലൈക്ക് ഒരു പെർമനൻറ്റ് രജിസ്ട്രേഷനാണ്. അപ്പം ഈ APC എല്ലാ വർഷവും റിന്യൂ ചെയ്യണം. അപ്പം എല്ലാ വർഷവും മാർച്ച് 31 ഇത് റിന്യൂ ചെയ്യേണ്ടത്. ഏപ്രിൽ 1 മാർച്ച് 31 ലാസ്റ്റ് ഡേ. ഏപ്രിൽ 1 നമ്മളത് റിന്യൂ ചെയ്യേണ്ടത്. അല്ല, പരീക്ഷ എഴുതണ്ട. പക്ഷെ നമ്മളെ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ, അതായത് നമ്മളെ രജിസ്ട്രേഷന്റെ ഡോക്യുമെന്റ് ആണ് അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. ആ ഒരു ഡോക്യുമെന്റ്, അതായത് നമ്മൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലേ, അത് വൺസ് അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ പിന്നെ അതിൽ അവർ കുറച്ച് സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സും കൂടി പറയുന്നുണ്ട്. മെയിൻലി നമ്മളെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലേ, അത് അയച്ചു കൊടുക്കുമ്പോഴാണ് അവർ പിന്നെ നമ്മൾ ഈ പറയുന്ന $455 കൂടി അടച്ചു കഴിയുമ്പോഴാണ് നമുക്ക് APC കിട്ടുന്നത്. APCക്ക് ഓൾമോസ്റ്റ് ഇതുപോലെ 1 to 2 weeks ആണ് ടൈം എടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ബാദി പറഞ്ഞത് ഇതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് ആണല്ലോ ഇപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത് ബാദി വന്നപ്പോഴുണ്ടായ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അതിൻ്റെ ചെയ്ത പ്രോസസ്സും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അതൊന്ന് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഞാനിവിടെ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ എടുത്തത് എക്സ്പ്രസ് പാത്വേ വഴിയാണ്. കാരണം എനിക്ക് ഓൾറെഡി UK രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അപ്പം UK രജിസ്ട്രേഷനുള്ള ആൾക്കാർക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എക്സ്പ്രസ് പാത്വേ വഴി അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ കിട്ടാൻ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു. ബിക്കോസ് അതിന് മുന്നേ ഞാൻ UK രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് സമയം എടുത്തുകൊണ്ടിരുന്നത്. അതൊരു ഓൾമോസ്റ്റ് 6 months 7 months ഒക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് എൻ്റെ UK രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. വൺസ് UK രജിസ്ട്രേഷൻ കിട്ടിയ ആ സമയത്ത് ഞാൻ എൻ്റെ IELTS ക്ലിയർ ചെയ്തു. ഈച്ച് ബാൻഡ് 7 വേണം, അത് ക്ലിയർ ചെയ്തു. എന്നിട്ട് UK രജിസ്ട്രേഷൻ്റെ ഡോക്യുമെൻസും, അതായത് HCPC രജിസ്ട്രേഷൻ അതും, പിന്നെ നാട്ടിലുള്ള എല്ലാ അക്കാഡമിക് ഡീറ്റെയിൽസും, നമ്മൾ എന്തൊക്കെയാണോ ജനറൽ പാത്വേ ത്രൂ അപ്ലൈ ചെയ്യുന്ന ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെൻസും നമ്മൾ എക്സ്പ്രസ് പാത്വേ കൂടി പോകുമ്പോഴും വേണം. കാരണം ഈ എല്ലാ ഡോക്യുമെൻസും വേണമെന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം ഇപ്പോൾ ഇൻക്ലൂഡിങ് ലാംഗ്വേജ്. നമുക്കിപ്പം UK രജിസ്ട്രേഷൻ ഉള്ളത് കൊണ്ട് എൻ്റെ ലാംഗ്വേജ് കൊടുക്കണ്ട എന്ന് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ് ഒരിക്കലും ഇംഗ്ലീഷ് അല്ല. ഞാൻ ഇന്ത്യയിൽ പഠിച്ച് അവിടെ വർക്ക് ചെയ്ത് വന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് മസ്റ്റായിരുന്നു. കാരണം ഇവിടെ ഈ പാത്വേ ത്രൂ അപ്ലൈ ചെയ്യുന്ന UK സിറ്റിസൻസ് അല്ലെങ്കിൽ ഇപ്പോൾ അയർലൻഡ് അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഈ പാത്വേ കൂടി അപ്ലൈ ചെയ്താലും അവർക്ക് ലാംഗ്വേജിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ എനിക്കത് ആവശ്യം ഉണ്ടായിരുന്നു. ലൈക്ക് ജനറൽ പാത്വേയിൽ അപ്ലൈ ചെയ്യുന്ന അതേ ആൾക്കാരെ പോലെ തന്നെ ഈ എല്ലാ റിക്വയർമെൻറ്റ്സും എനിക്കുണ്ടായിരുന്നു. അതെ. അപ്പോൾ അത് കാരണം ഞാൻ ആദ്യം ലാംഗ്വേജ് ക്ലിയർ ചെയ്തു. പിന്നെ എൻ്റെ UK രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടി. അതിൻ്റെ പ്രൊസീജിയർ ഡിഫറെൻ്റ് ആണ്. അത് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിപ്പോൾ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ ആണല്ലോ നോക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെൻസും, അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ്,
നമ്മളെ പ്രീവിയസ് എക്സ്പീരിയൻസ് കാര്യങ്ങൾ, പിന്നെ അങ്ങനത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് കളക്ട് ചെയ്തു. പിന്നെ ഞാൻ ആ സമയത്ത് ന്യൂസിലാൻഡിലായതുകൊണ്ട് തന്നെ ഇതിൽ പറഞ്ഞ പല ഡോക്യുമെൻസും എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടേണ്ടതുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ കോളേജിൽ എൻ്റെ യൂണിവേഴ്സിറ്റി ത്രൂ ഒക്കെ പോകുമ്പോൾ അറിയാമല്ലോ, നമുക്കത്ര ഈസി അല്ല കിട്ടാൻ വേണ്ടി നമ്മളവിടെ. അപ്പം അത് കാരണം എൻ്റെ പാരൻസൊക്കെ ആയിട്ട് വിട്ടിട്ടാണ് എനിക്ക് പല ഡോക്യുമെൻസും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു ഡിലേയും കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കിട്ടി. ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് 4 വീക്ക് കൊണ്ട് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടി. ജസ്റ്റ് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ മാത്രമാണ് എനിക്ക് കിട്ടിയത്. ന്യൂസിലാൻഡ് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ രജിസ്ട്രേഷൻ കിട്ടി. അതായത് ഞാൻ ഫിസിയോ ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, എൻ്റെ പേര് വന്നു. പക്ഷേ ഈ പോർട്ടൽ നോക്കി അപ്പോഴും എൻ്റെ പേര് കാണാൻ പറ്റില്ല. കാരണം ഞാൻ രജിസ്ട്രേഷൻ ആയിക്കെങ്കിലും എനിക്ക് ഇവിടെ ലീഗലി പ്രാക്ടീസ് ചെയ്യാനുള്ള ആ ഒരു ഇത് ഫുള്ളായിട്ടില്ല. കാരണം എനിക്ക് APC ഉണ്ടായിരുന്നില്ല. അപ്പം വൺസ് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയപ്പം നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ എൻ്റെ APCക്ക് അപ്ലൈ ചെയ്തു. APCക്ക് അവർക്ക് വേണ്ടത് എൻ്റെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷനും പിന്നെ എൻ്റെ കുറച്ച് സപ്പോർട്ടിങ് ഡോക്യുമെൻസും, നമ്മളെ ഐഡൻറ്റിറ്റി കാര്യങ്ങളും ഒക്കെയുള്ള സപ്പോർട്ടിങ് ഡോക്യുമെൻസും, പിന്നെ ഈ പറഞ്ഞ $455 ഫീസ് അടച്ചിട്ടുള്ള ഒരു റെസിപ്റ്റുമായിട്ടാണ് ഞാൻ എൻ്റെ APCക്ക് അപ്ലൈ ചെയ്തത്. APC എനിക്ക് 2 വീക്സ് കൊണ്ട് കിട്ടി. 2 വീക്സ് കൊണ്ട് തന്നെ കിട്ടി. പിന്നെ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഫുള്ളി രജിസ്റ്റേർഡ് ഫിസിയോ ആയിട്ട് മാറി. എനിക്കിവിടെ ലീഗലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എനിക്കിവിടെ ജോബിന് അപ്ലൈ ചെയ്യാം എന്നുള്ള ആ ഒരു സ്റ്റേജിലെത്തി. അപ്പോൾ ഇപ്പോൾ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ജോലി കിട്ടാനായിട്ട് രജിസ്ട്രേഷന് മുന്നും രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടും എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ന്യൂസിലൻഡിൽ ജോലി കിട്ടാനായിട്ട്? എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയത് ഒരു നവംബർ ടൈമിലാണ്. അതായത് എൻ്റെ ഫുള്ളി ഇൻക്ലൂഡിങ് എൻ്റെ APC കിട്ടിയത് എനിക്കൊരു നവംബർ സമയത്താണ്. അപ്പം നവംബർ ഡിസംബർ എന്ന് പറയുമ്പോൾ ന്യൂസിലാൻഡിൽ പൊതുവേ ഒരു ഷട്ട് ഡൗൺ പീരീഡ് ആണല്ലോ, എല്ലാവരും എല്ലാം ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ ഫസ്റ്റ് എനിക്ക് കിട്ടിയ ആ സെയിം ടൈം മുതൽ ഞാൻ ജോബിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഒരുപാട് വേക്കൻസീസൊക്കെ എല്ലാവരും അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ സീക്ക്, ലിങ്ക്ഡിൻ, പിന്നെ ഫേസ്ബുക്കിലൊക്കെ കുറേ അഡ്വർടൈസ്മെൻറ്റ് ജോബ്സൊക്കെ വരുമല്ലോ, എല്ലാ വഴി ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. എനിക്കൊരു ഡിസംബർ എനിക്ക് ഒരു റിപ്ലൈയും എവിടുന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫെബ്രുവരി ആയപ്പം ഇവിടുത്തെ ഒരു ന്യൂസിലൻഡിലെ പൊതുവേ ഉള്ളൊരു ഇത് പറഞ്ഞാൽ ഫെബ്രുവരി ഓപ്പൺ ചെയ്യുന്ന ഒരു ടൈമാണ്, ജോബെല്ലാം ഓപ്പൺ ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ അങ്ങനെ ആയപ്പോൾ എനിക്കൊരു ഫെബ്രുവരിയിലാണ് എനിക്കൊരു ഫസ്റ്റ് കോള് വന്നത്. അപ്പം ആൾ വന്നു എന്നോട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് ആ ജോബ് എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്, അതെനിക്ക് കിട്ടി. ആ ജോബ് തന്നെയാണ് എനിക്ക് കിട്ടിയതും. ആ സമയത്ത് ഞാൻ ഫിസിയോ അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തെല്ലാം ഞാൻ, അതായത് 2023 ഓഗസ്റ്റ് മുതൽ 2025 ഫെബ്രുവരി വരെ ഞാൻ ഫിസിയോ അസിസ്റ്റൻ്റ് പറഞ്ഞ ഒരു ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും എന്നെ ഹയർ ചെയ്ത ആൾക്ക് അതൊരു പോസിറ്റീവായിട്ടാണ് എന്നോട് പറഞ്ഞത്. കാരണം നീ ഫിസിയോ അസിസ്റ്റൻ്റ് ആയിട്ട് ഇത്രയും വർക്ക് ചെയ്യുന്നതുകൊണ്ട് നിനക്ക് ഇവിടുത്തെ ഫിസിയോ ആയിട്ടും അല്ലെ ഇവിടുത്തെ ഒരു കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള രീതിയിലാണ്, വർക്ക് കൾച്ചർ അറിയാം. പിന്നെ ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞ ഒരു ഏജ്ഡ് കെയറിലാണ്. അപ്പോൾ ഫിസിയോസിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് എനിക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല അവിടെ. കാരണം ഞാൻ 2022 ഡിസംബറിൽ ന്യൂസിലാൻഡിൽ വന്നിട്ട് എനിക്ക് 2025 ബിഗിനിങ്ങിലാണ് എനിക്ക് ജോലി കിട്ടുന്നത്. അപ്പം ആ സമയത്തുള്ള ഒരു ഗ്യാപ്പ് ഈ ഫിസിയോ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കതൊരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ ഞാൻ ആ ജോബ്, എൻ്റെ ഫിസിയോ അസിസ്റ്റൻറ്റ് ജോബ് റിസൈൻ ചെയ്തു. ഈ ജോബിന് സ്റ്റാർട്ടായി. അപ്പോൾ ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അതായത് ഈ ഫിസിയോതെറാപ്പിസ്റ്റിന് ന്യൂസിലാൻഡിൽ സ്കോപ്പ് ഉണ്ട്. അതിൻ്റെ സ്കോപ്പ് എങ്ങനെയാണ്? പഠിച്ചു കഴിഞ്ഞവർക്കും പഠിക്കാൻ വരുന്നവർക്കും ഒരു ഉള്ള സ്കോപ്പ് എങ്ങനെയാണെന്നൊന്ന് പറയാൻ പറ്റും? ബാധിയുടെ എക്സ്പീരിയൻസ്. ഞാനിപ്പോൾ ജോബ് അപ്ലൈ ചെയ്തൊരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ, കാരണം നമ്മളിപ്പം സീക്കിലൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ എവിടേക്കാണ് ഫിസിയോതെറാപ്പിസ്റ്റിനെ ഹയർ ചെയ്യുന്നത് എന്നുള്ളത്. മെയിൻലി ഹോസ്പിറ്റൽസ് ആണ്. കാരണം ഇവിടെ DHB ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ആണ്. നാട്ടിലെ പോലെ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇല്ലെങ്കിലും ഉള്ള കുറച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റൽസും അങ്ങനെയാണ്. പിന്നെ ഉള്ളത് ക്ലിനിക്ക്, സാധാ നോർമൽ പ്രൈവറ്റ് ക്ലിനിക്കുകളുണ്ട്. ഏജ്ഡ് കെയർ, ന്യൂസിലാൻഡിലെ ഏജ്ഡ് കെയർ ഒരുപാടുള്ളൊരു സ്ഥലമാണ് ന്യൂസിലാൻഡ്. അതുകൊണ്ട് ഏജ്ഡ് കെയർ ഉണ്ടായിരുന്നു. പിന്നെ ഈ കമ്മ്യൂണിറ്റി ഫിസിയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഫിസിയോസിന് ആവശ്യമുണ്ട്.
അങ്ങനെയാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു 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 കമ്പനിക്ക് വേണ്ടിയിട്ടാണ്, ഒരു റീഹാബ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അവരുടെ അണ്ടറിലുള്ള ഒരു ക്ലിനിക്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് ഞാനൊരു അവരുടെ അണ്ടറിലുള്ള കുറച്ച് ഏജ്ഡ് കെയറുകളുണ്ട്, അവിടെയും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് ആഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ന്യൂസിലാൻഡിൽ ഒരു ACC, അതായത് ആക്സിഡൻ്റൽ ക്ലെയിം ചെയ്യുന്ന ഒരു സ്കീമുണ്ട്. ഒരു ഒരു ഇൻഷുറൻസ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പം നമുക്ക് അങ്ങനത്തെ പേഷ്യൻസിനെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ACC രജിസ്റ്റർ ചെയ്യാനായിട്ട് ACCയുടെ അതിൽ വർക്ക് ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും രജിസ്ട്രേഷൻ വേണം? അതെ, നമുക്ക് ACC ഉള്ള പേഷ്യൻസിനെ കാണണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ ACC പ്രൊവൈഡറായിട്ട് രജിസ്റ്റർ ചെയ്യണം. അത് നമുക്ക് വൺസ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അവരെ സൈറ്റിൽ കയറി നമുക്ക് എനിക്ക് ആ ACC പ്രൊവൈഡറായി രജിസ്റ്റർ ചെയ്യാനുള്ള ഇത് ഞാൻ തന്നെ എടുത്തതല്ല. എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പം എൻ്റെ പുതിയ കമ്പനിയാണ് എനിക്ക് ACC പ്രൊവൈഡറായിട്ട് എന്നെ രജിസ്റ്റർ ചെയ്തത്. എന്നിട്ട് അപ്പം എനിക്ക് ഇവിടുത്തെ എല്ലാ ACCയുടെ അണ്ടറിൽ വരുന്ന എല്ലാ പേഷ്യൻസിനെയും എനിക്ക് ഇവിടെ കാണാൻ പറ്റും. അതിപ്പം എല്ലായിടത്തും ഇപ്പം ന്യൂസിലാൻഡിൽ ഒരു മെജോറിറ്റി ആൾക്കാരും ACC ത്രൂ ആണ് ഫിസിയോക്ക് പോകുന്നത്. കാരണം ഇവിടെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് ഫിസിയോ പ്രൈവറ്റ് ആയിട്ട് പോകുമ്പോൾ. അതെ, അവര് ഒരു ഇൻഷുറൻസ് പോലെ തന്നെ ഗവൺമെന്റ് ആണ് അതിന്റെ ഫണ്ട് ഇതാക്കുന്നത്. അപ്പൊ അത് കാരണം ഞാൻ ഇപ്പോൾ ഒരു ACC ക്ലയൻസിനെ കാണുന്ന ഒരു ഫിസിയോ ആണ്. അപ്പൊ അങ്ങനെ. ഇനി ഇത് കഴിഞ്ഞൊരു ഹയർ സ്റ്റഡീസ് ഇതിന് പറ്റുമോ, അതോ അത് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഇതിന് PGയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് നമ്മൾക്കിപ്പോൾ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കാം. ഇനി അതല്ല ഇങ്ങനെ തന്നെ പോകണമെങ്കിൽ ഇങ്ങനെയും പോവാം. കാരണം മാസ്റ്റേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ, കാരണം ഈ ഫിസിയോ ഞാൻ മുന്നേ അത് പറഞ്ഞിട്ടില്ല, കാരണം ഞാനൊരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മുടെ ആ സൈറ്റിൽ തന്നെ, ഫിസിയോ ബോർഡിൻ്റെ സൈറ്റിൽ തന്നെ അവർ പറയുന്നുണ്ട് അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ഫിസിയോയിൽ തന്നെ ഇവിടെ പീഡിയാട്രിക്സ്, ജെറിയാട്രിക്സ്, പിന്നെ കാർഡിയോ, മസ്കുലോസ്കെൽറ്റൽ, പിന്നെ ഹാൻഡ് തെറാപ്പി, അങ്ങനത്തെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ മാസ്റ്റേഴ്സ് എടുക്കാം. ആ മാസ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് വേറെ രജിസ്ട്രേഷനാണ്. അതായത് ഈ ഫിസിയോ ബോർഡ് ത്രൂ തന്നെ നമുക്കിവിടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ വേറെ രജിസ്ട്രേഷൻ ചെയ്യണം. അതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാസ്റ്റേഴ്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിന് വേണ്ടി അപ്ലൈ ചെയ്യണം. അപ്പം അങ്ങനെ പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ പഠിച്ചിട്ട് പിന്നെ ഈ അഡ്വാൻസ് ഫിസിയോസ് ആവുന്ന ഒരുപാട് പേരും എനിക്കറിയാം. അപ്പം അത് നല്ല ഓപ്ഷനാണ്. ഇവിടെ നമ്മളെ കരിയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ പോഡ്കാസ്റ്റിൽ ബാദര ഫിസിയോതെറാപ്പിസ്റ്റ് ആവാനുള്ളതിനെ കുറിച്ചുള്ള പാത്വേസും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ചോദിക്കാം. ബാദര പറഞ്ഞ വെബ്സൈറ്റുകളും അതിൻ്റെ ഡീറ്റെയിൽസിൻ്റെയും കാര്യങ്ങൾ പറയുന്ന വെബ്സൈറ്റുകളുടെ ലിങ്ക്, റിലവൻ്റ് ആയിട്ടുള്ള ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. കമൻസോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ബാദര പറ്റാവുന്നിടത്തൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാം. താങ്ക് യു. അപ്പോൾ നമുക്ക് വേറൊരു പോഡ്കാസ്റ്റിൽ വേറൊരു ടോപ്പിക്കായിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.